എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നിയമങ്ങളുള്ളത്: സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും. ക്രിമിനൽ നിയമങ്ങൾ എന്ന് വെച്ചാൽ 100% എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരേപോലെ ആയിരിക്കും. അല്ലേ, നമ്മളൊരു കൊലപാതകം ചെയ്താലോ അല്ലെങ്കിൽ നമ്മളൊരു മോഷണം ചെയ്താലോ എല്ലാവർക്കും മതമോ ജാതിയോ വംശമോ നോക്കാതെ സെയിം കുറ്റമാണ്, അല്ലെ, സെയിം ശിക്ഷ വിധികളാണ് നടപ്പിലാക്കുന്നത്. സിവിൽ നിയമങ്ങളെന്ന് പറയുമ്പോൾ ഏകദേശം 98 അല്ലെങ്കിൽ 99% എല്ലാവർക്കും എന്താണ്, ഒരുപോലെയാണ്. ചില കാര്യങ്ങളിൽ പലർക്കും പല രീതിയിലാണ്, മതാടിസ്ഥാനത്തിൽ പല പല രീതിയിലുള്ള നിയമങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, വിവാഹം. രണ്ട്, എന്താണ്, ഡൈവോഴ്സ് അല്ലെങ്കിൽ നമ്മളെന്താ പറയും, വിവാഹ മോചനം എന്ന് പറയും. മൂന്ന്, എന്താണ്, ദത്തെടുക്കൽ, നമ്മൾ കുട്ടികളെ ദത്തെടുക്കുന്നത്. നാല് എന്ന് വെച്ചാൽ സ്വത്ത് കൈമാറ്റം. കുറച്ചും കൂടി ആധികാരികമായി പറഞ്ഞാൽ പാരമ്പര്യ സ്വത്ത് കൈമാറ്റം. ഇത്തരം കാര്യങ്ങളിലെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? അത് മതപരമായിട്ടുള്ള നിയമങ്ങളാണ്. ഓരോ മതത്തിനും നമ്മൾ ക്രിസ്ത്യൻ മാരേജ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇതെല്ലാം ഒരേ നിയമം, എല്ലാവർക്കും ഒരേ നിയമം ആക്കുക. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാത്തരം ക്രിമിനൽ നിയമങ്ങളെ പോലെ തന്നെ സിവിൽ നിയമങ്ങളും ഒരേപോലെ 100% ഒരേപോലെ ആക്കുക എന്നുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭരണഘടനാപരമായ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റുവും അതേപോലെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുമാണ്, അല്ലേ. അപ്പോൾ ഒരുപാട് എതിർപ്പുകൾ ആ സമയത്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്നു. എങ്കിലും ഇവരിത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അത് ആർട്ടിക്കിൾ 44 ഉൾപ്പെടുത്തിയത്. അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഭരണഘടനയിൽ ഇത് ഉൾപ്പെട്ടിട്ടും ഇത് നിലവിൽ ഇതുവരെ നിയമമാകാത്തത്? കാരണം ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളല്ല, ഏകദേശം നിയമങ്ങളാണ്. എന്നാൽ ഇത് DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ, കുറച്ചുകൂടെ പറഞ്ഞാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇത് ഇന്ത്യ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്, അല്ലേ. അയർലൻഡിൽ നിന്നാണ് ഇത് കടമെടുത്തിട്ടുള്ളത്. ഈ സംവിധാനം നിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഒരു കൂട്ടം നിയമങ്ങളെയാണ്, പ്രസ്താവനകളെയാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇവ ഭരണഘടനാ സാധ്യത ഇവർക്കില്ല. കാരണം ഇവയ്ക്ക് നിയമാവകാശം ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മദ്യനിരോധനം പോലെയുള്ള പാവങ്ങളെ സഹായിക്കുക, അസുഖബാധിതരെ സഹായിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഗോവധ നിരോധനം അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക തുടങ്ങിയവയെല്ലാം എന്താണ്, ആർട്ടിക്കിൾ 44. രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചത് പാസ്സാക്കിയില്ലെങ്കിലും വലിയ കുഴപ്പങ്ങളില്ല ഭരണഘടനാപരമായിട്ട്. കാരണം നമ്മൾ മൗലിക അവകാശങ്ങളെപ്പോലെ ഇവയ്ക്ക് എന്തില്ല, നിയമസാധുതയില്ല. നിയമസാധുതയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും അതുകൊണ്ട് 1985-ലും 95-ലും 2019-ലും വിവിധ കേസുകളുടെ ഭാഗമായി സുപ്രീം കോടതി ഒരു അഭിപ്രായം പറഞ്ഞു. സുപ്രീം കോടതിയുടെ അഭിപ്രായം എന്താണ്? UCC നടപ്പിലാക്കണം എന്നുള്ളതാണ്. എന്നാൽ UCC നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് വളരെയധികം എതിർപ്പുകൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളവർ അവരുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് UCC നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ ശേഖരിക്കാനും ഉള്ള ശ്രമം നിയമ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ, അഭിപ്രായങ്ങൾ. എന്നാൽ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഈ പറഞ്ഞ റിസർവേഷനെ ബാധിക്കുന്നത്. റിസർവേഷൻ അല്ലെങ്കിൽ സംവരണം എന്ന് പറയും. ഒരിക്കലും യൂണിഫോം സിവിൽ കോഡ് സംവരണത്തെ ബാധിക്കുന്നില്ല. കാരണം സംവരണം എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളായ ആർട്ടിക്കിൾ 15, അല്ലേ, മൗലികാവകാശങ്ങളിൽ പെടുന്ന സമ്പ്രദായങ്ങളാണ്, നിയമങ്ങളാണ്, അല്ലേ. അത് ഒരിക്കലും ഈ പറഞ്ഞ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ഉള്ള സംവരണമാണത്. അത് ഒരിക്കലും ഈ പറയുന്ന പോലെ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെടുന്നില്ല. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ സംവരണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. ഈ നിയമങ്ങൾ ഒരുപോലെയാവുക എന്നുള്ളത് മാത്രമാണ് യൂണിഫോം സിവിൽ കോഡിൻ്റെ പരിധിയിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഗോവയാണ് 1867. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ഗോവ ഭരിച്ച യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് സിവിൽ നിയമം എന്നും പറഞ്ഞത് അവരാണ് നിയമം നടപ്പിലാക്കിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡാണ് 2025 ജനുവരി 27-നാണ്. 2026 മാർച്ചിൽ നമ്മൾ ഗുജറാത്ത് അസംബ്ലി ഇത് പാസ്സാക്കിയെങ്കിൽ ഇതെന്തായില്ല, നോട്ട് ഇംപ്ലിമെൻറ്റ്, ഇതുവരെ എന്ത് ചെയ്തില്ല, ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. അതേപോലെ തന്നെ ഒരുപാട് എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഈ എതിർപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു
ഇന്ത്യക്ക് ആർട്ടിക്കിൾ 25 പ്രകാരം എന്തുണ്ട്, റിലീജിയസ് ഫ്രീഡം ഉണ്ടല്ലേ, മതസ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായിരിക്കും, മതപരമായി ഉള്ള കടന്നുകയറ്റമായിരിക്കും എന്നാണ് ഇതിനെ എതിർക്കുന്നവർ കൂടുതലും പറയുന്നത്. എന്നാൽ ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന കാര്യം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു സെക്കുലർ രാജ്യമാണല്ലേ, ഒരു സെക്കുലർ സ്റ്റേറ്റാണ്.